എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ എണീറ്റ് ചായ കഴിഞ്ഞു. ചായക്ക് കടി അങ്ങനെ ഉണ്ടാക്കിയൊന്നുമില്ല, ബ്രെഡും ബുൾസയും ഇട്ടാണ് തിന്നത്. ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെന്ത് വാർത്ത് വെച്ചു. ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ എത്ര നേരത്തെ വെച്ചത്. അപ്പം ഇനി കറിയായിട്ട് മോര് കാച്ചാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോരൊക്കെ ഞാൻ ഉപ്പിട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോരിൽ തൈരാണ്, തൈരിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോര് കാച്ചണം. ഞാൻ മൺചട്ടിയിലാണ് കാച്ചണത്. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായതിനു ശേഷം എല്ലാവരും ചെയ്യണ പോലെ തന്നെ നോർമൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ വേണമെങ്കിൽ ഇടാം. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല, ഉലുവ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കടുക് മാത്രം ഇട്ടു. കടുകും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ സബോള, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് അതിന് ശേഷം ഒന്ന് മൂപ്പിച്ചിട്ട് ഈ നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ഈ മോര് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. പിള്ളേർക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രണ്ടാളും അവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കും. Style is the answer to everything. A fresh way to approach a dull or dangerous thing. To do a dangerous thing with style is what I call art. അങ്ങനെ മോര് കാച്ചിയതൊക്കെ റെഡിയായി. ഇനി പിള്ളേർക്കുള്ള യൂണിഫോം തേക്കണം. യൂണിഫോം ഷർട്ട് തേക്കണം. അപ്പോൾ ഇസ്തിരി നമ്മൾ പുതിയത് പഠിച്ച ഇസ്തിരിയാണ്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാകത്തിന് ഒരളവിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് തേക്കാനായിട്ട്. എന്താ പറയുക, ഇത് സ്റ്റീം ചെയ്യാനും ഒക്കെ പറ്റിയൊരു അയൺ ബോക്സാണത്. ഞങ്ങൾ ലുലുന്ന് മേടിച്ചതാണെന്നൊരു ഡൗട്ടുണ്ട്. ഓർമ്മയില്ല, കുറച്ച് നന്നായി മേടിച്ചിട്ട് എന്താ പറയുക, നല്ല ഇസ്തിരിപ്പെട്ടിയാണ്. നന്നായി എന്താ പറയുക, തേക്കാനൊക്കെ സിമ്പിളാണ്. ചുളിവ് മാറ്റാനും ഒക്കെ സ്റ്റീം ചെയ്ത് ചുളിവുള്ള ഭാഗമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് പറ്റും. അപ്പം അപ്പോൾ ഞാൻ തേച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരാളിവിടെ കൂടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് ഇപ്പം ഞാൻ തേക്കുന്ന സ്ഥലത്തേക്ക് ആ സ്ലാബിലേക്ക് തന്നെ കയറണം. അതിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരാളിവിടെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ യൂണിഫോമെല്ലാം തേച്ച് പിള്ളേരൊക്കെ റെഡിയാക്കി, ചോറൊക്കെ പാത്രത്തിലാക്കി, വെള്ളം കുപ്പിയിലാക്കിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ട്. 9:45 ആകുമ്പോൾ വരെ വണ്ടി വരും. അപ്പോൾ അങ്ങനെ ഷൂവും ഒക്കെ ഇട്ട് കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോൾ ഇവർ രണ്ടാളും കൂടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്, അവർക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വണ്ടി ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ അവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അവർ വണ്ടിയൊക്കെ വന്ന് അവർ കയറി പോവുകയാണ്. Style is the answer to everything.